ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സ്നേഹനിധികളായ പ്രിയ ഭക്തജനങ്ങൾ, ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ, എന്നെ ഇന്ന് ഇവിടത്തേക്ക് വിളിച്ച പ്രിയപ്പെട്ട മേൽശാന്തി തിരുമേനി, എല്ലാ കുടുംബാംഗങ്ങൾക്കും സാദര നമസ്കാരം. ക്ഷേത്ര ഉത്സവങ്ങളുടെ ഒരു കാലഘട്ടമാണ് നമുക്ക് ഡിസംബർ മുതൽ മെയ് മാസം വരെ. നമ്മളെല്ലാം വിശ്വാസികളാണ്. ഞാനെങ്ങനെ ഹിന്ദുവായി എന്ന് ഒരിക്കൽ നിത്യചൈതന്യ യതി അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. കണ്ണൻ എന്നാണ് ചെറുപ്പത്തിൽ അദ്ദേഹത്തെ വിളിക്കുക എല്ലാവരും. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗോപാലകൃഷ്ണ പിള്ള സാറ് ക്ലാസ്സിൽ വന്നപ്പോൾ പറഞ്ഞു, എല്ലാ ക്രിസ്ത്യൻ കുട്ടികളും എണീറ്റ് നിൽക്കും. അപ്പോൾ നമ്മുടെ കണ്ണന് പ്രിയപ്പെട്ട ജോസഫ് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ പറഞ്ഞു, നീ ക്രിസ്ത്യാനി അല്ലടാ, നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മുസ്ലിം കുട്ടികളൊക്കെ എഴുന്നേറ്റ് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കണ്ണന് പ്രിയപ്പെട്ട മുഹമ്മദ് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ പറഞ്ഞു, നീ മുസ്ലിം അല്ല, അവിടെ ഇരിക്കാൻ പറഞ്ഞു. 3ാമത് സാറ് പറഞ്ഞു, ഹിന്ദു കുട്ടികൾ മൊത്തം എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പം ഇനിയും വഴക്ക് കേൾക്കണ്ട എന്ന് കരുതി നമ്മുടെ കണ്ണൻ എഴുന്നേറ്റ് നിന്നില്ല. അപ്പോൾ ഗോപാലകൃഷ്ണപിള്ള സാറ് പറഞ്ഞു, എടാ കഴുത എഴുന്നേൽക്കൂ, നീ ഹിന്ദുവാണെന്ന്. ഇത് അദ്ദേഹം പറയാണ്, ഒരു ദിവസം തന്നെ ഞാൻ കഴുതയുമായി, ഞാൻ ഹിന്ദുവായി എന്ന് വളരെ രസകരമായിട്ട് പറയും. 4 തരം ഹിന്ദുക്കളുണ്ട് നമ്മുടെ നാട്ടിൽ, 4 ടൈപ്പ് ഓഫ് ഹിന്ദു. 1ാമത്തെ ഹിന്ദു നമ്മളെ പോലെ അഭിമാനമുള്ള ഹിന്ദുക്കളാണ്. എനിക്കൊരു പാരമ്പര്യം, സംസ്കാരം, പൈതൃകമുണ്ട്. എനിക്ക് 4 വേദങ്ങളും 5 ഉപവേദങ്ങളും 6 വേദാംഗങ്ങളും 18 പുരാണങ്ങളും 108 ഉപനിഷത്തുകളും 2 ഇതിഹാസങ്ങളും 64 കലകളും അർത്ഥശാസ്ത്രവും കാമശാസ്ത്രവും സംഗീതശാസ്ത്രവും വാസ്തുശാസ്ത്രവും അങ്ങനെ തുടങ്ങി എൻ്റെ ഗ്രന്ഥങ്ങളെല്ലാം നിരത്തി വെച്ചാൽ ഈ പഞ്ചായത്ത് മൊത്തം വേണ്ടിവരും എന്ന് തിരിച്ചറിഞ്ഞവരാണ് 1ാമത്തെ ഹിന്ദു, ആത്മാഭിമാനമുള്ള ഹിന്ദു. ഇതര മത സഹോദര മതങ്ങൾക്കെല്ലാം ഓരോ പുസ്തകങ്ങളാണ്. ക്രിസ്ത്യാനിക്കൊരു ബൈബിൾ, ഇസ്ലാമിനൊരു ഖുറാൻ. അതുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യുമ്പോൾ അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് 4 വേദാണ്, 5 ഉപവേദാണ്, 6 വേദാംഗം, 108 ഉപനിഷത്താണ്. അതുകൊണ്ട് ഏതിനെ ചോദ്യം ചെയ്താലും നമുക്കൊരു ബദൽ സംവിധാനമുണ്ട്. ബാക്കി എല്ലാവർക്കും ഓരോ ദൈവമാണ്. നമുക്ക് 33 കോടി ദേവതകളുണ്ട് എന്ന് അതിശയോക്തിപരമായിട്ട് പറയാറുണ്ട്. അത്രയേറെ ദൈവിക സങ്കല്പങ്ങൾ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെയുള്ള ഈ ഭാരതത്തിൽ എവിടെ സഞ്ചരിച്ചാലും നമുക്ക് ദൈവങ്ങളെ കാണാം. ഇപ്പൊ ശിവൻ എന്ന് പറഞ്ഞ ദൈവം, ഭഗവാനെ നമുക്കെല്ലാം ഇഷ്ടമാണ്. ഭഗവാൻ പല രൂപത്തിൽ, ഭഗവാന്റെ പ്രതിഷ്ഠകൾ എല്ലായിടത്തുണ്ട്. മഹാദേവന്റെ രൂപത്തിൽ, ശിവലിംഗ രൂപത്തിലൊക്കെ നമുക്ക് ഭാരതത്തിൽ അത് കാണാം. അമർനാഥിൽ ഒരു പ്രത്യേക സമയത്ത് ആ ഗുഹയുടെ ഉള്ളിൽ ശിവലിംഗം മഞ്ഞുകൊണ്ട് രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഭീകരന്മാർ വെടിവെച്ചൊന്നു കളയും. ഇവിടെ വലിയ സെക്യൂരിറ്റി ഒക്കെ ആയിട്ടാണ് അമർനാഥ് തീർത്ഥാടനമൊക്കെ ഹിന്ദുക്കൾ നടത്തുന്നത്. അതായത് ഈ ആസേതു ഹിമാചലം, ഹിമാലയം മുതൽ കന്യാകുമാരി വരെ, കച്ച് മുതൽ കാമരൂപം വരെ നമ്മളെല്ലാം കോർത്ത് ചേർത്ത് നിർത്തുന്ന ഒരു സംസ്കാരം എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയവനാണ് 1ാമത്തെ ഹിന്ദു. 2ാമത്തെ ഹിന്ദു വിശ്വാസിയായ ഹിന്ദു. ഭൂരിപക്ഷം വിശ്വാസികളായ ഹിന്ദുക്കളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. ക്ഷേത്രങ്ങളെല്ലാം ഭക്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ വീട്ടിൻ്റെ 1 മണിക്കൂർ യാത്ര ചെയ്താൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കൊട്ടിയൂരിലെത്തും. കൊട്ടിയൂർ പെരുമാൾ ശിവനാണ്. ദക്ഷ മഹായാഗം നടത്തുവാൻ വേണ്ടി ദക്ഷ പ്രജാപതി തെരഞ്ഞെടുത്ത സ്ഥലമാണ് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ. ഞങ്ങളുടെ തൊട്ടടുത്ത കൊട്ടിയൂരിൽ ഇക്കഴിഞ്ഞ വൈശാഖോത്സവം ഒരു മിനി ശബരിമലയായിട്ട് മാറി. ആളുകൾക്ക് അടുക്കാൻ കഴിയാത്ത അത്രയും തിരക്കായിരുന്നു. ഓരോ ക്ഷേത്രങ്ങളിലും ഭക്തന്മാരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. പക്ഷേ 2014 കേരള സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടൊരു കണക്കുണ്ട്. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ ഹിന്ദുക്കൾ എത്ര? അതിൻ്റെ റേഷ്യോ ഭയാനകമാണ്. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദു, 4 ക്രിസ്ത്യാനി, 1 മുസ്ലിം. ഇതെൻ്റെ കണക്കല്ല കേട്ടോ, സർക്കാരിൻ്റെ കണക്കാണ്. 100 പേർ ആത്മഹത്യ ചെയ്യുമ്പോൾ 95 ഹിന്ദുക്കളാകുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ദൈവങ്ങളില്ലാഞ്ഞിട്ടാണോ? നമുക്ക് ഗ്രന്ഥങ്ങളില്ലാഞ്ഞിട്ടാണോ? നമുക്ക് ഗുരു പരമ്പര ഇല്ലാഞ്ഞിട്ടാണോ? അല്ല. അപ്പൊ എവിടെയോ ഭക്തന്മാർക്ക്
ചില പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭക്തിയുടെ അടിസ്ഥാനം ജ്ഞാനമാണ്, അറിവാണ്. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ചതുർവിധ ഭജന്തേമ, 4 ടൈപ്പ് ആളുകളാണ് എന്നെ തേടി വരിക. ദൈവത്തെ തേടി വരുന്നത് 4 ടൈപ്പ് ആളുകളാണ്. ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരദർഷഭ എന്ന് പറയും. ആർത്തൻ, ജീവിതത്തിൽ ഒത്തിരി പ്രോബ്ലംസ് ഉള്ളവൻ, പരീക്ഷയുടെ തലേദിവസം ഒന്നും പഠിക്കില്ല, എന്നിട്ട് ഭഗവാൻ 1 ലിറ്റർ വെളിച്ചെണ്ണ കൊടുത്തിട്ട് പരീക്ഷ പാസ്സാക്കി കളയാം എന്ന് വിശ്വസിക്കുന്നവർ, ജീവിതത്തിൽ പ്രയത്നം കൂടാതെ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എളുപ്പ വഴിയായിട്ട് ആർത്തന്മാരായിട്ട് ഭഗവാനോട് കേണപേക്ഷിക്കുന്ന ആളുകൾ. ഭക്തന്മാർ അങ്ങനെയുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് ഭഗവാന്റെ അടുക്ക് വന്ന് പറഞ്ഞാൽ ഒരു സമാധാനമുണ്ട്. രോഗങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഭാഗമാണ്. സുഖദുഃഖ സമീകൃത്വ ലാഭാലാഭോ ജയാജയോ തതോ യുദ്ധായ യുജ്ജസ്വ നൈവം പാപമവാപ്സ്യസി എന്ന് ഗീതയിൽ ഭഗവാൻ പറയും.